നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുണ്ട്. അവിടെ സ്വാഭാവികമായും UDF-ലെ രണ്ടാമത്തെ മുന്നണി അല്ലെങ്കിൽ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റുകൾ എണ്ണമുണ്ട്. ഇത്തവണ ഒരു പക്ഷേ പല സീറ്റുകളിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാമെന്ന പൊതുചർച്ചകൾ UDF-ൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ CK ഷാക്കിർ ലീഗ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. CK ഷാക്കിർ, നേരത്തെയുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ലീഗ് ഇപ്പോൾ പിന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം 3 തവണ ജനപ്രതിനിധികൾ ആയിരുന്നവരെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ്? അല്ല, പിന്നോട്ട് പോക്കല്ല, ഇത് മുന്നോട്ട് പോക്കാണ്. കാരണം നിങ്ങളത് കൃത്യമായി വായിച്ചോന്നറിയില്ല. 3 തവണ തുടർച്ചയായി മത്സരിച്ച ശേഷം ഒരു തവണ മാറി നിന്നിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അവിടുത്തെ പാർട്ടിയോ മുന്നണിയോ അദ്ദേഹം മത്സരിച്ചാൽ അത് പാർട്ടിക്കും നാടിനും ഗുണകരമാണ്, മുന്നണിക്കും ഗുണകരമാണ്, അത് ഐക്യകണ്ഠേന തീരുമാനമാക്കിയാൽ അവർക്ക് അവസരം കൊടുക്കാം എന്നുള്ള വളരെ നല്ല തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ അതിലെ ചെറിയ ചില വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് പിന്നോട്ട് പോക്കാൻ തോന്നുന്നത്. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഐക്യകണ്ഠേന ആവണം, അതേപോലെ തന്നെ ഒരു തവണ മാറി നിന്നയാളാവണം, അത് ആ നാടിനും പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ഗുണകരമായ രീതിയിലുള്ള ആളുകളാവണമെന്നാണ്. അല്ലാണ്ട് നിങ്ങൾ അത് പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി പൊതുപ്രവർത്തന രംഗത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ പുതിയ ആളുകൾക്ക്, പുതുമുഖങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ആ ഒരു നിയമം കൊണ്ടുവന്നത്. ആ നിയമം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അതിൽ ചെറിയ ഭേദഗതി വരുത്തിയത് ഒരു തവണ മാറി നിന്ന ആളുകൾക്ക് ഇങ്ങനെ ആ ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഐക്യകണ്ഠേന അഭിപ്രായമുണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കാമെന്നാണ്. അതിൽ തെറ്റൊന്നുമില്ലല്ലോ, നല്ല തീരുമാനമാണല്ലോ. ഇന്നിപ്പോൾ ഈ യൂത്ത് ലീഗിന്റെ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും താങ്കളെ സൂചിപ്പിച്ചതുപോലെ 3 ടേമിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ 4ാമത്തെ ടേമിൽ മാറി നിൽക്കുന്നു. വീണ്ടും അയാൾ തിരികെ വരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് കൂടുതലായി വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കുറയുന്നു എന്നുള്ളതല്ലേ വസ്തുത? അങ്ങനെയല്ല, നിങ്ങൾ അതിന്റെ നെഗറ്റീവ് വശമല്ല അന്വേഷിക്കേണ്ടത്. കൃത്യമായി പറയുന്ന ഒരാളെ ഐക്യകണ്ഠേന ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അറിയാലോ, ജനറൽ സീറ്റിലൊക്കെ മത്സരിക്കാൻ എല്ലാ പാർട്ടികളും നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് 60% സംവരണമാണ് ബോഡി ഇലക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ 40% സ്ഥലത്തേറെ വളരെ അപൂർവമായി, ശരിക്കും ചില സ്ഥലങ്ങളിൽ 3 ടേം ആകുമ്പോഴാണ് ഒരു ജനറൽ സീറ്റായി വരുന്നത്. ഒന്നുകിൽ വനിതാ സംവരണമാകും, അല്ലെങ്കിൽ ഹരിജൻ സംവരണമാകും. അങ്ങനെ കഴിഞ്ഞിട്ടൊക്കെയാണ് പലപ്പോഴും വരുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, അങ്ങനെയൊക്കെ 3rd ടേമിലാണ് ഇപ്പൊ ജനറൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ അവിടെയുണ്ട്. ആ ആളുകൾക്ക് നാടിനെ സേവിക്കാൻ കൂടുതൽ പരിചയ സമ്പത്ത് ഉണ്ടാകും. ആ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും അവസരം കൊടുക്കുക എന്നുള്ള കൂടി പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. നിങ്ങൾ ആ ഒരു തവണ ഇവർ മാറി നിൽക്കുന്നുണ്ട്. ആ ഒരു തവണ മാറി നിൽക്കുന്നത് ഇവരെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് പാർട്ടി തീരുമാനപ്രകാരമാണ്. അവര് മറ്റാളുകൾക്ക് വേണ്ടി മാറി നിൽക്കട്ടെ. എന്നിട്ടും പാർട്ടിയും ആ നാട്ടിലെ ജനങ്ങളും അവരെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവരത്രമാത്രം മികച്ച ആളുകളായിരിക്കുമല്ലോ. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിക്കണം. അതുപോലെ തന്നെ പാർട്ടി ഫോറങ്ങളിലും മുന്നണിയിലും അവർക്ക് ഭൂരിപക്ഷം വേണമെന്ന് മാത്രം ഐക്യകണ്ഠേന വേണം. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ കോഴിക്കോട് പെരുവേൽ ജില്ലാ പഞ്ചായത്തിലെ 4ാം തവണ ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ മത്സരിച്ചിട്ടുണ്ട്, ഷറഫുദ്ദീൻ. ആ ഷറഫുദ്ദീനെ നാടൊന്നാകെ ആവശ്യപ്പെട്ടിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചത്. അത്ര മിടുക്കനാണ്, നല്ല രീതിയിൽ ഭരണം നടത്തുന്നു, ജനങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമാണ്. CPM-ന്റെ പ്രമുഖരായ നേതാവിനെ തോൽപ്പിച്ചാണ് CPM കോട്ടയിൽ നിന്നാണ് ഷറഫുദ്ദീൻ ജയിച്ചു കയറിയത്. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ വീണ്ടും അവസരം കൊടുക്കുന്നത് നാടിനും അതുപോലെ തന്നെ പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ഗുണകരമാകുന്നത് കൊണ്ടാണ്. അവിടെ ചെറുപ്പക്കാരുടെ അവസരം നിഷേധിക്കുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. പാർട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യം നൽകുമെന്ന് ഞങ്ങളുടെ സുപ്രീമോ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് ലീഗിൽ അതിൽ വിശ്വാസമാണ്. ശരി, ഈ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു അതൃപ്തിയുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, യൂത്ത് ലീഗ് പാർട്ടി എടുത്തൊരു തീരുമാനത്തിന് യൂത്ത് ലീഗ് ഏതെങ്കിലും കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടോ? മാത്രമല്ല, യൂത്ത് ലീഗിനെ ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ കമ്മിറ്റികൾ പാർട്ടി കൂടിയാലോചനകൾ നടത്തുമല്ലോ. ഇത് ഞാൻ പറഞ്ഞത് യൂത്ത് ലീഗിന് സ്വാഭാവികമായും താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ പരസ്യമായി വന്ന് പാർട്ടിയുമായി അതിർത്തി പങ്കുവെക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്ത് യൂത്ത് ലീഗിലെ പ്രവർത്തകർക്ക്, അണികൾക്ക് അങ്ങനെ ഒരു വിഭാഗത്തിന് അതിർത്തി ഉണ്ടാകില്ലേ? ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹി എന്നുള്ള നിലക്കും നമുക്ക് കൃത്യമായി പറഞ്ഞു ഇതിന്റെ ഒരു മാനദണ്ഡം. യൂത്ത് ലീഗ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും വേറെ CPM കോൺഗ്രസ് ആരാ പൊതുജനങ്ങൾക്കിടയിലേക്കാണ് സ്ഥാനാർത്ഥിയെ പറഞ്ഞേക്കുന്നത്. രാജ്യസഭയല്ലല്ലോ. അപ്പൊ ജനങ്ങൾ വോട്ട് തിരിച്ച് ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആള് അത്രയും മികച്ച ആളായിരിക്കണം, നല്ല പൊതുപ്രവർത്തകനായിരിക്കണം. അത് സ്വാഭാവികമായും ആ പരിഗണനയ്ക്ക്
കൂടി വിധേയമായ ആളുകൾക്ക് ഈ അവസരം കൊടുക്കുന്നുള്ളൂ. തീർച്ചയായും എല്ലാം 3 തവണ പൂർത്തിയാക്കി എല്ലാവർക്കും 4 തവണ കൊടുക്കണില്ല. മാത്രമല്ല അങ്ങനെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്ക് കൊടുക്കണില്ല. ആഗ്രഹിച്ചാൽ പോരാ, ഐക്യകണ്ഠേനയാവണം. അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരാൾ ആവശ്യപ്പെട്ടാൽ അയാളുടെ സേവനം നാടിന് ആവശ്യമുള്ളതല്ലേ? യെസ്, തീർച്ചയായും. പക്ഷേ അവിടെ അതിൻ്റെ ഒരു മറുഭാഗം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ പരിഗണന കൂടുതൽ നൽകുന്നു എന്നുള്ളത് നമുക്ക് ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യക്തമാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ ഈ 3 ടേമൊക്കെ വിജയിച്ചവർ അവരുടെ പ്രായം തന്നെ ഒന്ന് കണക്കാക്കി നോക്കൂ. 15 വർഷം അവർ ചുരുങ്ങിയത് ഈ മേഖലയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരനായി വന്ന് മത്സരിച്ച ആൾ പോലും ഇപ്പോൾ പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് വിജയ സാധ്യത, അങ്ങനെയുള്ളവരാണ് ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുഭാഗം അപകടകരമല്ലേ? അതായത് യുവാക്കളിൽ ജനങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയില്ല എന്നൊരു മറുഭാഗം കൂടിയില്ലേ അതിന് ശ്രീ ഷാക്കിർ? ഇല്ല. യൂത്ത് ലീഗിന്റെ മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും, അടുത്ത തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞല്ലോ ചെറിയൊരു തിരുത്തേണ്ട സംഗതി ഉണ്ട്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി 80 വയസ്സുള്ള പിണറായി വിജയനാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഒരു മിനിറ്റ്. മുസ്ലിം ലീഗിന്റെ ഒരു MLA യും 75 വയസ്സ് കഴിഞ്ഞവരില്ല, ഇപ്പൊ ഇല്ല. അങ്ങനെ 75 കഴിഞ്ഞ ആളുകളെ മോശക്കാരാണെന്ന് അവരെ മാറ്റി നിർത്തുന്നുള്ള അഭിപ്രായം ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് CPM-ന് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ 80 വയസ്സായ പിണറായി വിജയനെ ദുർഭരണമാണ്, വളരെ മോശമാണ്. എന്നിട്ടും അല്ല, മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, മുഖ്യമന്ത്രി എന്നത് ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണകർത്താവ് എന്ന നിലയിൽ അതിലൊരു പാരമ്പര്യം അല്ലെങ്കിൽ അനുഭവ സമ്പത്തൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. അഭിലാഷ് സമീകരിച്ചത് CPM-നെയാണ് താരതമ്യം ചെയ്തത്. അല്ല, CPM അടക്കമുള്ള സംഘടനകൾ എന്നാണ്. കേട്ടില്ല. CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഏത് സംഘടനയെ പരിശോധിച്ചോ, ഞാൻ ചെറുപ്പക്കാർക്ക്, അതായത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറവാണെന്നുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഇത്തവണ പാർട്ടിയുടെ സുപ്രീം യുവാക്കൾക്ക് നല്ല പ്രാധാന്യം. എന്നാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട്, 80 വയസ്സായ CPM-ന്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കെ അതിന് താഴെ 5 വയസ്സ് താഴെയുള്ള ആളുകൾ കേരള നിയമസഭയിൽ, പിന്നെ മുസ്ലിം ലീഗ്, പക്ഷേ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബേബി MLA-യും ആ പാർട്ടിയിൽ നിന്നായിരുന്നു എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പൊ AK അഷ്റഫ് MLA ലീഗിന്റെ MLA ആണ്, യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്നു. മഞ്ചേശ്വരം MLA യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്നു. നജീബ് കാന്തപുരം യൂത്ത് ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആകുമ്പോഴാണ് കൊടുത്തത്. ശരി. അപ്പൊ അത് നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അല്ല, ഞാൻ അതില് വിയോജിക്കുകയല്ല. ലീഗിന് ഇങ്ങനെ പ്രതിനിധികളില്ല എന്നല്ല, ഞാൻ പൊതുവായ ഒരു ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോ CPM ആർക്കാ അവസരം കൊടുക്കുന്നത്? എത്ര മിടുക്കരായ SFI DYFI നേതാക്കന്മാരുണ്ട്. അവരെന്താണ് ഇവർ പരിഗണിക്കാത്തത്? ഇപ്പൊ മന്ത്രി സ്ഥാനത്തേക്ക് ഒരു DYFI, തിരുവനന്തപുരത്തിന്റെ മേയർ ആ പദവി ഒഴിയാൻ പോവുകയാണ്. അവരൊക്കെ എങ്ങനെയാണ് ചിത്രത്തിൽ വന്നത്, എന്തുകൊണ്ടാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നൊക്കെ നമുക്കും അറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിന്റെ സ്പീക്കറിന്റെ പ്രായം നോക്കൂ, മുമ്പ് ഇരുന്ന ആളുകളിൽ പലരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്പീക്കറിന്റെ പ്രായം. അവർ വാർത്തകളിൽ ഇടം പിടിച്ചത് അവരുടെ അഹങ്കാരവും അവരുടെ CPM-ന്റെ ധാർഷ്ട്യവും പൊതുജനങ്ങൾ